ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ട് കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരൂപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന കണ്ടിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കിച്ചരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗഠക്കാപണവാനകദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും. വാരണാശോഷ്ട്രഖരഹരി ശാർദൂല സൈനികസ്യന്തന മുഖ്യയാനങ്ങളിൽ. ഖഡ്ഗശൂലേഷു ചാപ പ്രാസതോമരമുൽഗരയഷ്ടി ശക്തിച്ഛുരികാദികൾ. ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായ യുദ്ധത ബുദ്ധിയോൾ. അബ്ധികളദ്രികൾ ഉർവിയും തൽക്ഷണം മുദ്യൂതമായത് സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും ദുശ്യവനാരിയാം മേഘനാഥൻ തഥാ. പശ്ചിമ ഗോപുരദ്വാരി പുക്കീടിനാൻ മിത്രവർഗാമാത്യ ഭൃത്യജനത്തോടും. ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരേ. ബാലിതനയനും ദക്ഷിണ ഗോപുരേ, വായുതനയനും പശ്ചിമ ഗോപുരേ. മായാ മനുഷ്യനാം ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ. മിത്ര സംയുക്തനായി ഉത്തരദിക്കിലും യുദ്ധം ഉറപ്പിച്ചു രാഘവ രാവണ യുദ്ധം. പ്രവൃത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും. 1000 അർബുദം, 1000 ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, 1000 ലക്ഷങ്ങൾ, 1000 ദണ്ഡങ്ങൾ, 1000 ധൂളികൾ, 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കബീബലം. ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം. വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ, ഖഡ്ഗങ്ങൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടികൾ, മുൽഗര പംക്തികൾ, ഭിണ്ടിപാലങ്ങളും, തോമരദണ്ഡം, മുസലങ്ങൾ, മുഷ്ടികൾ, ചാമീകരപ്രഭ പൂണ്ട ശതഗ്നികൾ, ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിവതിനായച്ചിടിനാൻ ശാർദൂലനാദിയാം രാത്രീഞ്ചരന്മാരെ.
രാത്രിയിൽ ചെന്നാരവരും കപികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ചടിച്ചുൽക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താനഭയം ദ്രുതം. ചെന്നവരും ശുകസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുച്ഛിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസും ധനുസും എതെന്നുടൻ വാമാക്ഷി മുന്നിൽ അമാറുവച്ചിടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്ന് മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ച് മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദം അശേഷം അകലെ കളക നീ എല്ലാം ചതിയെന്ന് തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഉള്ളിൽ ഇങ്ങോരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം ഇത്തം സരമാ സരസവാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നേടിനാൾ സീതയും. മംഗളദേവതാ വല്ലഭാജ്ഞാവശാ ലങ്കതൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാം മാറ് വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടു കല്ലായിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചിങ്ങിരിക്കിലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണം ഏതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ. നാണം നിനക്കേതുമില്ലയോ മാനസേ. ഇത്തം അതിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രീഞ്ചരവീരനും വൃത്രാരിപുത്രനായ തനയനെ കൊൽകെന്ന് നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നയ പ്രാസാദവും തകർത്തിയിടിനാൻ. ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവായൻ ഗവാക്ഷൻ മരുൾ സുതൽ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്ന് ചുഴന്ന് കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്ന് പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽക്കരജാലവും ചക്രങ്ങളും പരിഖങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്നു മാറ്റൊലിക്കൊണ്ടേതു ജംബാരി മുമ്പാം നിലിംബരും കിന്നര കിംപുരുഷോര ഗുഹ്യക സൗഖവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണ തന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും
ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരൂഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാൻ അതു നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ. മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടേടിനാൻ. ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിത് മിത്രാരിയോട് വിഭീഷണ വീരനും. നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിൻ അയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘൂത്തമൻ തന്നോട് രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ. തൽക്ഷണേ പോചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം. ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേത് മോഹിപ്പിച്ചിതൂപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ വീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. ഹാഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ. അബ്ധിതോയം ദ്വിദ്വാ ഭിത്വാ സ്വഭക്ഷയും മോധുത ലോകത്രയത്തോടതിദ്രുതം. നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ താർഷ്യനും. മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കബീവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്ന് മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാർ അവരും ഇങ്ങെന്തോരു വിസ്മയം. നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിനെന്തോരു ഘോഷമിതെന്ന്. ദശാനനൻ ചെന്നോരനന്തരം ചെന്നു ദൂതന്മാർ അറിഞ്ഞു. ദശാനനൻ തന്നോടു ചൊല്ലിന വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും മലാതവും കൈക്കൊണ്ട് ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുമ്പോൾ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നോർത്ത് പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത്. കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ. വേഗേന യുദ്ധം ജയിച്ചു വരിക നീ
ഇത്തം അനുഗ്രഹം ചെയ്തയച്ചാൻ. അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്ന്. ദാരുണമായത് യുദ്ധവും എത്രയും. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖ ഗദാദികൾ കൈക്കൊണ്ടു വാരണ വാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കപികളും തങ്ങളിലേറ്റ് പൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പല വഴി. ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗദയുമെടുത്തുടൻ പാരിലമാറ് ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായത്. മാരുതിക്കുള്ളിൽ വർദ്ധിച്ചത് കോപവും. രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തത് കണ്ട് ധൂമ്രാക്ഷനും മാരുതിയെ ഗദ കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയേ പാരം വളർന്നോരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നൊറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറു കൊണ്ടം ഉമ്പർപുരത്തിങ്കലാം മാറു ചെന്ന് സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിത് ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ട് ദശാസ്യനും ചിത്തത്താപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചഭിമാന കീർത്തിയാവരികെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ട് ശക്രാത്മജാത്മജനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കപികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശാസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റ് മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്ക് നഷ്ടമായി വന്നിത്. രക്തനദികൾ ഒലിച്ചു പല വഴി. നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടും അയച്ചാനതു നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുഷ്യവനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജ രാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീയെറിഞ്ഞീലയോ
വൃത്താന്തമൊക്കവേ. നായകന്മാർ പടയ്ക്കാരുമില്ലായികയോ, ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് മാനുഷ വാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊൽകെന്ന് കേട്ടവൻ, പോകുന്നതിന്നു ഞാനെന്ന് കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്ന് 4 പടയും മരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനാം പ്രഹസ്തൻ മഹാരഥൻ, കുംഭഹനും മഹാനാഥനും ദുർമുഖൻ, ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളോരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിത്. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കിത്തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തിശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാംബവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്ത് കാലപുരി പൊക്കിരുന്നരുളിടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ട് കോപാന്ധനായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.